പാല അച്ചയൻസ് ഗോൾഡ്, അതായത് 3 വർഷമായിട്ട് നടത്തി വരുന്ന സ്ഥാപനമാണ് അച്ചയൻസ് ഗോൾഡ് പാലായിൽ. ആ സ്ഥാപനത്തിന് നേരെ നഗരസഭ എന്ന് ഷാജു തുരുത്തൻ ഔദ്യോഗിക കാറിൽ തന്നെ വന്ന് നമ്മുടെ പരസ്യ ബോർഡ്, അതായത് നമ്മൾ ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പരസ്യ ബോർഡ് കീറിക്കളയുകയും ഞങ്ങളുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നതിന്റെ പ്രകാരം അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ ഈ പാലായി പരസ്യ ബോർഡ്, കടയുടെ മുമ്പിലുള്ള പരസ്യ ബോർഡ് ഞങ്ങൾ നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റി. അതായത് അന്ന് രാവിലെ നോട്ടീസ് വരുന്നു മുനിസിപ്പാലിറ്റി, വൈകുന്നേരം ഞങ്ങൾ ഈ ബോർഡ് മാറ്റി. പിറ്റേ ദിവസം രാത്രിക്കാണ് ഷാജു തുരുത്തൻ, നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ വന്ന് ഈ ബോർഡ് പൊളിച്ചു കളയുകയും അവിടെ ഭീഷണി നടക്കുകയും അതുപോലെ തന്നെ അച്ചായൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഭ്യവും പറഞ്ഞ്, അതുപോലെ അച്ചായൻ ഇനി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന കാണുകയും ചെയ്യണമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് വളരെ മോശമാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മദ്യവും ആണെന്ന് പോലും എനിക്ക് സംശയം. കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് നഗരസഭാ ചെയർമാന്റെ പേര്. ഒരിക്കലും ഇത് ചെയ്യരുത്. കാരണം നമ്മളും ഈ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ്. ഒരിക്കലും ഒരു ആക്ക് പോലും നമ്മൾ ഇന്ന് വരെ എൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിൽ ഒരു കേസ് പോലും ഇല്ല. കാരണം അതുപോലെ നമ്മൾ സമൂഹവുമായിട്ട് അതുപോലെ ഇടപെട്ട് നിൽക്കുന്ന എന്നെ പോലെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ കൈക്കൂലി മേടിക്കാത്തതിന്റെ പേരിലാവാം, കൈക്കൂലി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരുപക്ഷെ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ തുരുത്താൻ കീറിക്കളഞ്ഞ് പോകേണ്ട ഒരു കാര്യമില്ല. ഒരുപക്ഷെ പരസ്യ അച്ചയൻസ് ഗോൾഡ് എന്ന് എഴുതിയ ബോർഡിന്റെ ആ ഭാഗം വേണേൽ മുറിക്കാം. പക്ഷെ എന്റെ ഫോട്ടോ വെച്ച ഭാഗം തന്നെ കീറിക്കളയണമെങ്കിൽ ഒരുപക്ഷെ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിലാവാം. ഇതിന്റെ പേര് എനിക്ക് കൈക്കൂലി കൊടുക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നതിലധികം നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി വരെ ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരാൾ കൈക്കൂലി ചോദിച്ചാൽ അത് എടുത്ത് ഉടനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല, ഇനിയോട്ട് ചെയ്യാനും പോകുന്നുമില്ല. ായിരുന്നു അതായത് ഈ ശരിക്കും പറഞ്ഞാൽ കൈക്കൂലി ചോദിക്കാൻ അവിടെ വന്നു. ആദ്യം ഫോം വിളിക്കുമായിരുന്നു. ഫോം വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു റെസിപ്റ്റ് വേണമെന്ന്. അതായത് ഇത് നമ്മളൊരു 2 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന് കൈക്കൂലി എന്നല്ല വേറൊന്നും പറയാൻ പറ്റില്ല. അതുകൂടാതെ ഈ ബോർഡ് പൊളിക്കാൻ എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവനക്കാർ മുകളിൽ ഇരുന്നപ്പം ഷാജു തുരുത്തൻ മുകളിൽ വന്ന്, അതായത് മുകളിലത്തെ നിലയിൽ വന്ന് ഡ്രൈവറും വന്ന് അവിടെ വന്ന് വെല്ലുവിളിക്കുക, നാളെയെങ്കിലും നിങ്ങൾ ഈ ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനെ കീറിക്കളയുമെന്നും പറയുകയും ചെയ്തു. നമ്മൾ അതൊരു മര്യാദയുടെ പേരിൽ ഒരിക്കലും ഒരു എതിര് നിൽക്കാത്ത രീതി അന്ന് തന്നെ അതായത് അന്ന് രാത്രി വന്ന് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ഈ ബോർഡ് മാറ്റിയതാണ്. പിന്നെ ഷാജു തുരുത്തൻ അതായത് ഞങ്ങൾ ബോർഡ് വെച്ച് എന്തിനാണ് ഞങ്ങൾ അനധികൃതമായിട്ടല്ല രണ്ടാമത്തെ ബോർഡ് വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആ ബോർഡ് എന്തിനാണ് തുരുത്തൻ ഇത് പൊളിച്ചത്? ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഇത് പൊളിച്ചത്? ബോർഡ് ഞങ്ങൾ മാന്യത അനുസരിച്ച് തന്നെ മാറ്റി പക്ഷെ നടപ്പാതെ അവിടെ സാറേ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നടപ്പാത കയ്യേറി എന്ന് പറയുമ്പോൾ അവിടെ എത്രയോ ബോർഡുകളുണ്ട് നടപ്പാത. ഞാൻ പറയുന്നത് ഞങ്ങളെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ അംഗീകരിക്കുന്നു, സമൂഹത്തിന് മുമ്പേ അംഗീകാരം തന്നെയാണ് ഞാൻ ചെയ്തത്. അന്ന് ചെയ്ത കാര്യം ഞാൻ മാറ്റിയല്ലോ, മാന്യമായിട്ട് മാറ്റിയല്ലോ. ഉപദ്രവിക്കാൻ ഞാൻ പോയോ? ഇല്ലല്ലോ, ഒരിക്കലും ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല. എനിക്കതിന് ആവശ്യമില്ല. മാന്യമായിട്ട് തന്നെ ഞാൻ ആ ബോർഡ് മാറ്റി. ഒരു സമൂഹത്തിന് വേണ്ടി എതിര് വരുമ്പോഴല്ലോ പ്രശ്നം. ഞാൻ അവിടെ തർക്കിക്കാൻ പോയോ? ഇല്ലല്ലോ. കേസ് കൊടുക്കാൻ പോയോ? ഇല്ലല്ലോ. ഞാൻ പിറ്റേ ദിവസം തന്നെ ബോർഡ് മാറ്റിയോ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല. അങ്ങനെ ഒരു ആവശ്യം എനിക്ക് ഇല്ലതാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഇത്രയും സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറി മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ തന്നെ ബോർഡ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് ഈ ഷാജു തുരുത്തൻ ഈ ഭീഷണി മുഴക്കി ഇതും ചെയ്യുമ്പോ പിന്നെ എന്താ വിചാരിക്കണ്ടേ? എന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കുന്നുണ്ട്. സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനും എനിക്കുണ്ട്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എത്ര ശത്രുക്കളുണ്ടെങ്കിലും അച്ചാനും ചെയ്യും. പക്ഷെ അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാമോശമാണ്. അതിനെതിരെ കോടതിയും പോലീസും എവിടം വരെ പോകാവോ അതിന്റെ പേര് ഞാൻ പോകും.
കൈക്കൂലി അതിന് തൊട്ട് 2 ആഴ്ച മുമ്പ് ഇവിടെ നടന്ന